ഇന്റർവ്യൂ എടുക്കാനുള്ള ആള് വന്നിട്ട് നമ്മളിപ്പോ ചോദ്യങ്ങൾ ചോദിക്കും. പറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് നന്നായോ? എന്ത് നന്നായോ? അച്ഛന്റെ സൈഡിൽ നിന്നും അമ്മേന്റെ സൈഡിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് വന്ന കൊച്ചൊരു പാവം കൊച്ചായി പോയി. കൊച്ചൊന്നല്ല കേട്ടോ. എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. 2000-3000 വീഡിയോസിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ 1 മില്യന്റെ ബ്ലാക്ക് ബട്ടൺ കിട്ടും. ഇപ്പൊ ഈ 2 പ്രൊഫഷൻ അല്ലാണ്ട് നിങ്ങൾ വേറൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യായിരുന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ഞങ്ങൾ എങ്ങനെ കണ്ടു വന്നേനെ. പക്ഷേ അതായത് 6 വർഷത്തെ ലവ് എന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ട് നിങ്ങൾ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. പുറത്തിറങ്ങിയിട്ടോ ഞാൻ ഇൻട്രോ പറയുള്ളൂ. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ട്. ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ ചെയ്യണം എൻ്റെ അഭിപ്രായം. അങ്ങനെ പുറത്തെത്തി ഇപ്പൊ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യൂ. ഈ കൂടുവോ ഒരു ഇൻട്രോക്ക്? വാ 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 കൂടുവോ വാ വാ അങ്ങോട്ട് വാ. ഇവിടുന്ന് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളിപ്പോ പറഞ്ഞിട്ട് വരണോ? അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തേ. ദേഷ്യപ്പെടലാണ്. അമ്മായിന്റെ അടുത്ത് പറഞ്ഞില്ല ഒരാൾ പറയാൻ വേണ്ടി. 10:30 ആകുമ്പോൾ ഒരെത്തുന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇൻട്രോന്റെ ആവശ്യം വരില്ല. അങ്ങനെ പോകാം. ആലപ്പുഴയുടെ പ്രത്യേകത വെള്ളമുള്ള നഗരം, വെള്ളത്തിലുള്ള നഗരം ആലപ്പുഴ. പൊക്കോ പൊക്കോ. സ്വഭാവം അങ്ങനെയാണ്. പൊക്കോ നീ. എടുത്തിടൂ. നിനക്ക് വലിയ ഫാൻസ് ആയിട്ടല്ലേ ഗൈസ്. ഇൻട്രോ ചെയ്യാൻ നല്ല മൂഡിൽ നിൽക്കുമ്പോ പല തല്ലുംപിടി ഇവിടെ നടക്കുന്നുണ്ട്. കൊച്ചു തല്ലുംപിടി പറയുന്നില്ല എന്താണ്. ആരില്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യും. ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഇൻട്രോന്റെ പ്രത്യേകത വെച്ചാൽ ഇന്ന് ഞങ്ങൾ എവിടേക്ക് ഒരു ടീം ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ റെഡിയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഡിലേസ് ഉണ്ട്. കാരണം ആളെണീറ്റ് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. 10:30 ആകുമ്പോഴാണ് ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ത്രൂ ഔട്ട് ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമെന്ന് ആർക്കറിയാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഇൻട്രോ പോലെ എടുക്കണം തോന്നി. ഇന്റർവ്യൂ ഒക്കെ ഇതിനു മുമ്പ് ഒരു ടീമിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വൈറലായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. ഭാഗ്യമാണ് നമ്മളെ വൈറാലിറ്റി. കണ്ടന്റിന്റെ പ്രസന്റേഷൻ ഒന്നും അല്ല. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു 10-20 ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ളത്. അപ്പോൾ അവരൊക്കെ അറിയണം തോന്നി. അവർക്ക് അതിന് രാവിലെ എണീറ്റേ ആദ്യം മെസ്സേജ് അയച്ച്. പിന്നെ അതിന് ശേഷം ഇന്നലെ അമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെനി ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നൊരു പാർട്ടും വീട്ടിൽ നിന്നൊരു പാർട്ടുമായിട്ട് 2 പാർട്ടായിട്ട് ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുന്നത് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ സന്തോഷം. എന്തായാലും ഇന്റർവ്യൂവിലൊക്കെ എന്നെ സെലക്ട് ചെയ്തതിൽ സന്തോഷം. അപ്പോൾ പിന്നെ ആളും വേണം. അപ്പോൾ എല്ലാവരും വേണമെന്ന് പറഞ്ഞപ്പോൾ ഫാമിലി മെമ്പേഴ്സ് വേണം. ഫാമിലി മെമ്പേഴ്സ് അവിടെയാണല്ലോ, ഇവിടെ ആലപ്പുഴയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടേക്കും പോകണം. പിന്നെ അതിന് ശേഷം ഇന്റർവ്യൂ ഒക്കെ കിട്ടുക പറഞ്ഞാൽ ഓരെന്തോ യൂട്യൂബിൽ ക്ലിക്കായി നിൽക്കുന്നതുകൊണ്ട് അവരെന്നെ വിളിക്കുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്ന് ഇന്റർവ്യൂ ചെയ്ത് നോക്കണം. എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ബാക്കി ഞാൻ പറയാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ബർത്ത്ഡേ അല്ലേ കിച്ചുവിന്റെ ഫ്രണ്ടിന്റെ? നാളെ ബർത്ത്ഡേ ആണ്. ഇന്ന് അമ്പലത്തിൽ പോയില്ല? അപ്പൊ നീ പോയില്ല? രാവിലോട്ട് എന്നെ വിളിക്കുക. ഞാൻ അറിഞ്ഞില്ല. ഫോൺ സൈലന്റ് അല്ലായിരുന്നു. അവളിപ്പോ ഇവിടെ ഒന്ന് വിളിച്ചപ്പോഴാണ്. അല്ല, അവൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണെന്നൊക്കെ. അപ്പൊ ഇന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്താണ് ആഗ്രഹം? ആഗ്രഹങ്ങളൊന്നും ഇല്ല. എന്നാലും എന്തെങ്കിലും ഒരാഗ്രഹമില്ല? ബർത്ത്ഡേ വിഷ് ഇല്ല? ഇപ്പൊ എന്താ ചെയ്യുന്നത്? പുറത്ത് പറയുന്നുണ്ടല്ലേ? അല്ല, ഞാൻ വിഷ് പറയുന്നുണ്ട്. എന്റെ വിഷ് എന്താ പറ? ബർത്ത്ഡേ വിഷ്. എന്റെ ബർത്ത്ഡേ വിഷ് എന്താ? എന്റെയോ? അതാ പറയാ ബർത്ത്ഡേ വിഷ് പറയില്ല. പറയുന്നല്ലേ? പറയൂല എന്നാണ്. അല്ല, പൊതുവെ എല്ലാവർക്കും ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ടാവില്ല. എന്നതാണ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? കേസ് കഴിഞ്ഞോ? അപ്പൊ പണിക്ക് കയറണം എന്നുള്ള ബർത്ത്ഡേ വിഷ് അതാക്കല്ലേ? അങ്ങനെ ആവട്ടെ, ആയിക്കോട്ടെ. എനിവേ ഹാപ്പി റിട്ടേൺസ് ബർത്ത്ഡേ. ഇത് വൈറലൊന്നും ആവില്ല കേട്ടോ. അങ്ങനൊന്നുമില്ല. വേറൊരു കാര്യം എന്താ വെച്ചാലേ, കിച്ചു നീ എന്താ എണീക്കാഞ്ഞേ? ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണ്ടേ കിച്ച? ഓ മൈ ഗോഡ്. സമയത്ത് വിളിച്ചതാ. അപ്പൊ അവള് പറഞ്ഞു അവള് അർഷ എന്നെ വിളിക്കുമേ. എന്നിട്ട് കിടന്നുറങ്ങി. അവള് അമ്പലത്തിൽ പോകാൻ വന്നപ്പോഴേ ഇവിടെ ഞാൻ വിളിക്കുന്നത്. അതാ പ്രശ്നത്തിലാക്കി. അച്ഛൻ രാവിലെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ പാടിയല്ലോ, ഇന്ന് രാവിലെ ഒരു പാട്ട് ബ്രഷ് പിടിച്ചിട്ട്.
ദേവതി കേക്കുന്നുണ്ടോ? വേണു ഓ ദിത്തിത്താര വെള്ളം പുറത്തുണ്ടോ? നമുക്ക് വെള്ളം കളി ആയാലോ? തോയണോ? നീ നിനക്ക് ഡാൻസ് കളിച്ചോണ്ടിരുന്നോ പാട്ടിന്? നിന്റെ ഡാൻസ് എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ കളിക്കണ്ടേ? ഒരു ഡാൻസ് കളിക്കാം നമുക്ക് വേണ്ടി പ്ലീസടോ. എന്താണോ സത്യം പറഞ്ഞ ഇവള് തൂക്കലില്ല. അന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തൂക്കാൻ തുടങ്ങിയതാണ്. അല്ലടാ ഗൈസ്, എല്ലാവരും എല്ലാ ദിവസവും തൂക്കലുണ്ട്. അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഒന്ന് നോക്കോ ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ ആദ്യം തൂത്തുവാരും. പിന്നെ ആ തൂത്തുവാരി ആ വേസ്റ്റ് ഒക്കെ ഒരു സ്ഥലത്തോണ്ട് കൊടുക്കും. അത് ഇതൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെക്കും. അതൊക്കെ ചെയ്യുള്ളൂ. അവള് ചെയ്യൂലേ? അവള് എല്ലാം ചെയ്യുന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പക്ഷെ ഇന്നേവരെ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് അവിടെ വരുമ്പോ കാണുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോ എങ്ങനെ തൂക്കുന്നേ നന്ദു കാണുന്നില്ലല്ലേ? നന്ദു എണീറ്റ് വരണമല്ലോ ഗൈസ്. നന്ദു ഞാൻ പോകാറാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാറാകുമ്പോഴായിരിക്കും നന്ദുവിനെ എണീപ്പിച്ചോണ്ട് വരുന്നത്, എന്നെ കൊണ്ടുവിടണം. അത് ശരി കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ എണീക്കാറുണ്ട്? ഞങ്ങൾ എണീറ്റ് തൂക്കാറുണ്ട്. ഓ, അങ്ങനെ ഒരു യൂണിവേഴ്സ് അവിടെ ഉണ്ടല്ലേ? എന്താ മാനങ്ങൾ വന്നേ തൂക്കായി. ഓ ശരിയായ സീനാട്ടോ ദേവാ. നിങ്ങൾ നോക്ക് ചിരിക്കലേ ദേവാ. എന്നെ തള്ളി പറയുന്നുണ്ടോ? മാറിയുന്ന തൂക്കായി. അടച്ചോനെ, അമ്മ ഇത്രക്ക് ആത്മാർത്ഥമൊക്കെ ഉണ്ട് തൂക്കുന്ന കാര്യത്തില്. ഇത്ര ആത്മാർത്ഥമുള്ള ഒരാളാണ്. രാവിലെ എണീറ്റ ഉടനെ ആ ഒരു കാര്യത്തില് ഇവിടെ എണീറ്റ് ആദ്യം അതാ ചെയ്യുന്നത്. മിടുക്കിയല്ലേ? തൂത്ത് വൃത്തിക്ക് ഇച്ചിരി മുന്നോട്ടാ. അത് വലിയ കുഴപ്പാ. വൃത്തി കുറച്ച് ഓവറാന്ന് എന്റെ അഭിപ്രായം. ഇവിടെ വെള്ളപ്പൊക്കായിണ്ട് പുറത്ത്. അല്ല ഈ ഉമ്മർത്തുണ്ടല്ലോ ഇതുപോലെയുള്ളോ? ചെക്കായി നിക്കൂ. ഇവിടെയും അതേപോലെ തന്നെ ഉമ്മർത്തും ഇതുപോലെ വെള്ളം കണ്ടില്ലേ? ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് അസ് പ്ലാൻ ചെയ്തതാണ്. ഭയങ്കര ഗെറ്റിംഗ് റെഡിയാണ്. ഞാൻ മുടി ചെയ്യുക മാത്രമേ ഗെറ്റിംഗ് റെഡി. കുറെ സ്റ്റൈലിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗ ഡു യു മാനേജ് ദിസ്? I don't know guys. Ask Nandu. വമ്പത്തി നീ കാണാൻ ലുക്ക് ആയത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്ക. രഹസ്യം പ്ലീസ്. നാച്ചുറൽ അത് അല്ല, അതിന്റെ അവസാനത്തോടെ എടുക്കണ്ടേ? വെള്ളം പഠിക്കാൻ പോവാ. കണ്ടോ സൈക്കിളോട്ടിയ പോലത്തെ ചേച്ചന് അങ്ങനെ റോട്ടിൽ കൂടെ ആ സൈക്കിളൊക്കെ ചവിട്ടി അങ്ങനെ അങ്ങോട്ട് പോട്ടോ. വെള്ളം എടുക്കുന്ന തൊട്ടപ്പുറത്തൊരു സ്ഥലത്തുണ്ടാ. അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങനെ സൈക്കിളോട്ടിയാ പോലെ. ഞാൻ പണ്ട് വരുമ്പോ കാണലുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പണ്ട് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അച്ഛൻ എങ്ങനെയാ പോകുന്നതൊക്കെ അന്ന് ചെയ്യാറുണ്ടേന്. കണ്ടവർക്ക് അറിയാം, കാണാത്തവർക്ക് അറിയില്ല. നൈസാണ്. അച്ഛൻ വെള്ളം വാങ്ങി എത്തി. വെള്ളം എവിടെന്നാ വാങ്ങിയേ? വെള്ളം ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു, പള്ളിക്ക് സമീപം. അപ്പൊ അവിടെ നിന്ന് വാങ്ങി. സുഖ യാത്ര. സൈക്കിളിൽ എത്ര സ്പീഡ് പോവും? എത്ര സ്പീഡിൽ സൈക്കിളിൽ പോവും? സ്പീഡ് നല്ല സ്പീഡിൽ പോകും. നല്ല സ്പീഡിൽ പോവോ? നല്ല സ്പീഡിൽ പറക്കുവോ? ഒന്നുമില്ല. പണ്ടത്തെ സൈക്കിളിന്റെ ഏക അഭയം. അപ്പൊ അതിലങ്ങ് വിട്ട് നല്ല സ്പീഡിൽ പോകും. പിടിക്കൂലേ? പാറുന്ന പണ്ട് തൊട്ടേ നല്ല എക്സ്പീരിയൻസ് ഉള്ള കാരണം പ്രശ്നമല്ല. സൈക്കിൾ ഒരു വിഷയമുള്ള കാര്യം. ഇവിടെ ഒരാള് ഒരുങ്ങി ഇരിക്കുകയാണ്. ഇന്റർവ്യൂവിന് ആള് വരാത്തതിന്റെ വിഷമത്തിലാണ് ആള് ഇരിക്കുന്നത്. എന്തിനാ വിഷമല്ലേ? ഞാൻ എഴുതിയിട്ട ക്യാപ്ഷൻ വായിച്ച നീ വായിച്ചത് വായിച്ചോ? ഇഷ്ടായത് സത്യോ? അപ്പൊ വരുന്നു വിചാരിക്കുന്നു. അവര് പറഞ്ഞ ലേശം അവരവിടെ നോക്കിയിരുന്നു. അവർ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു 3 ടീമായിരുന്നു വന്നത്. ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കറാണ് ഇതായി കാണുന്നത്. അപ്പോൾ ആളിതാ ഇങ്ങനെ നീന്തി ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. വെള്ളമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ മഴവെള്ളം ആയതുകൊണ്ട് ഇതാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോണത് ആള് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരി ആയതുകൊണ്ട് നിൽക്കാട്ടോ. അവിടെ കാര്യമായിട്ട് സുന്ദരി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ പറ്റി ആദ്യം പഠിക്കുമോ ചോദിക്കട്ടെ, അറിയാൻ വേണ്ടിയിട്ടോ. ഞങ്ങളെ പറ്റി ആദ്യം പഠിക്കുകയാണ് ഇന്റർവ്യൂ എടുക്കാനൊന്നും. എന്തെങ്കിലും സ്റ്റഡി നടത്തുമോ?
വീഡിയോസ് ഒക്കെ കണ്ട്. എത്ര വീഡിയോസ് കണ്ട്? ഞാൻ ഫസ്റ്റ് ശരത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് അങ്ങ് താഴെ പോയിട്ട് ഫസ്റ്റ് വീഡിയോ ഒക്കെ എഴുതാൻ നോക്കി. ഏത് വീഡിയോ? ഫസ്റ്റ് അത് വീഡിയോ അനന്തു കെയറുമായിട്ട് എന്തോ കൊളാബ് ചെയ്തിട്ടൊരു വീഡിയോ അല്ലേ ഇൻസ്റ്റയില്? അല്ല അതേ അല്ല. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഏത് പേരാ നോക്കി? ശരത്ത് പുതിയ അടുത്ത് അതിന്റെ ബേസിലാണ് ഇന്റർവ്യൂ. അത് നന്ദു ബോക്സ്. അങ്ങനെയാണ് രണ്ടും എല്ലാം ചോദിക്കാറുണ്ട്. അമ്മൂനെ പറ്റി, അല്ല അപ്പൂനെ പറ്റി, പാറുവിനെ പറ്റി, അനിയത്തിനെ പറ്റി. ഇത് പഠിച്ചതാണോ പേരുകളൊക്കെ? അല്ല, ഞാൻ കമന്റ് വായിച്ചിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി നോക്കൂ, ഓൾറെഡി ഞാൻ ഫോളോ ആക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചാ ചുമ്മാ ചോദിച്ചാ? എന്നാലും ചുമ്മാ പറഞ്ഞ് ഞാൻ വിചാരിക്കരുതല്ലോ. ഓൾറെഡി നോക്ക്, ഈ അടുത്തൊന്നും അല്ല എന്റെ ഫോളോ കയറിയേക്കുന്നത്. കുറേ നാളായിട്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇന്നലെ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യം. ഈ ചോദ്യങ്ങൾ എഴുതി വെച്ച് പേപ്പറിൽ ഇങ്ങനെ കൈ പിടിക്കാൻ ടൈപ്പ് ചെയ്ത് വെച്ച് അതപ്പോ വന്നിട്ട് ചോദിക്കുക നിങ്ങൾ എത്രാമത്തെ ഇന്റർവ്യൂ? കൊറേ ആയി. 3 വർഷം ഈ ടീമിന്റെ കൂടെ കുറച്ചാളായിട്ട് 3 വർഷം ഇന്റർവ്യൂ ചെയ്യുന്നു ഫീൽഡിൽ നിന്നിട്ട്. ഒന്ന് കിടിലം പോലത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും തോന്നുക. ഡിഫറെന്റ് ആയിട്ടുള്ള 2 ട്രയൽ പ്ലീസ്. ട്രയൽ ഇപ്പൊ എന്താ ചോദിക്കുന്നത്? രണ്ടുപേരും എന്ത് ചെയ്യാ? ഞാൻ സ്റ്റാഫ് നഴ്സാ. ഫോട്ടോഗ്രാഫർ. അത് കാണാൻ ഓൾറെഡി കണ്ടായിരുന്നു. 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന എന്റെ ഒക്കെ റീലൊക്കെ പോസ്റ്റ് ചെയ്തു. ഇനി ഒരു ചോദ്യം. അടുത്ത ചോദ്യം എന്താ? ഇത് നോട്ട് ചെയ്യാത്ത ചോദ്യങ്ങളാട്ടോ. ഇത് നല്ല ഇന്റർവ്യൂവിന് ചോദിക്കുക, അത് ട്രയൽ ചോദിക്കാട്ടോ, നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നിങ്ങൾ തമ്മിൽ 6 years of love എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇത് ഓൾറെഡി ഞാൻ ചോദിക്കായിരുന്ന ചോദ്യമാണ്. അത് ചോദിച്ചില്ലല്ലോ. അത് അപ്പം ഇങ്ങനെ ഇൻഫ്ലുവൻസർ ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഉള്ള പരിചയപ്പെടലാണോ? അതെ, നല്ല ചോദ്യം. ആണ്. ഇൻഫ്ലുവൻസർ ഒന്നും ആയില്ല, യൂട്യൂബർ ആയില്ല, ഒന്നും ആയില്ലായിരുന്നു. കാണുന്ന സമയത്ത് എന്തായിരുന്നു? കാണുന്ന സമയത്ത് എന്തായിരുന്നു? ഞാൻ അവള് പഠിക്കേന്, ഞാൻ അവളായിട്ട് കാണുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് പാലക്കാട്. ഇല്ലല്ലേ, ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ആൾക്കാരോട് പറയുന്നേ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടാണ്, അവിടെയാണ് ആദ്യമായിട്ട് സംസാരിച്ചത്, കണ്ട് സംസാരിക്കുന്നത്. ഇനി നിങ്ങളെ ലവ് സ്റ്റോറി പറയും. ലവ് സ്റ്റോറി ഒന്നും ഇല്ലാതൊക്കെ. ഏപ്പ് സ്റ്റോറി പറയും. ഏപ്പ് സ്റ്റോറി ഇല്ല. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല. ഇല്ല, ഉറപ്പാ? ഉറപ്പ്. ഇപ്പോഴാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ്, ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ നടക്കും ഇന്റർവ്യൂ നടന്നതിന് ശേഷം ഇന്റർവ്യൂവിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ദൈവമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എൻ്റെ ഒപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ആളും ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, ആളെ ചിരി കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവില്ല എന്തൊരു ഹാപ്പിയാന്ന്. അപ്പം ഈ പറയുന്ന നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസർ ഫാമിലിയെ ഒക്കെ, അതായത് അതിന്റെ ഒക്കെ തുടക്കത്തിന് മുന്നേ തന്നെ നന്ദുവിന്റെ ലൈഫിലേക്ക് ഏകദേശം ഒരു 2019 ആ ടൈം തൊട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു. ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? 2019 അതിന് മുമ്പേ ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ലൈവ് അല്ലായിരുന്നു ചാനലൊന്നും. അപ്പോൾ അതിന് ശേഷം കൊറോണ കഴിഞ്ഞ് പിന്നെ ഡിപ്ലോമ എടുത്ത് ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു പണി. അതിന് മുമ്പ് ഡെലിവറി ബോയ് ആയിരുന്നു, കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം
വെറുതെ യൂട്യൂബിൽ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും കൊറോണയുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ കുറേ ഓഡിയൻസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അന്നപ്പോൾ കൊറോണയുടെ സമയത്ത് ഞാൻ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുകയായിരുന്നു. അവിടെ ഗ്രൈൻഡിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ ആയിരുന്നു പണി. അപ്പോൾ ആ പണിക്ക് ശേഷമാണ്, അതൊക്കെ കഴിഞ്ഞ് 6 മാസത്തെ ഇന്റേൺഷിപ്പിന് ശേഷം വീട്ടിൽ കുറച്ചൊരു ബ്രേക്ക്, ഒരു 1 മന്ത് ബ്രേക്ക് വന്നു. അപ്പോൾ ഞാൻ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ എവിടെയാ പോവുക, എന്തിന് പണിക്ക് പോകണം എന്നുള്ള ചിന്തയിൽ അന്നപ്പോൾ 1 മാസം വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഫോണൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്ത്. അപ്പോൾ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, 100-200 അങ്ങനെ റേഞ്ചിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചിന്തയിലായിരുന്നു. അതിപ്പോൾ ആ ടൈമിൽ കുറച്ചും കൂടെ നന്നാക്കി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഏട്ടനെ വിളിച്ച്, ഏട്ടനോട് രാജേട്ടനാണ് ഒരു അമ്മലേച്ചിനെ പറഞ്ഞത്. അപ്പോൾ ആളുകൾ വിളിച്ച് ചെയ്യുന്നുണ്ട്, എന്താ എൻ്റെ പ്ലാൻ, അങ്ങനെയൊക്കെ ചോദിച്ച ഏട്ടൻ്റെ ഡിസിസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അന്നിപ്പോൾ ഏട്ടൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു, നൈക്കൺ D3 100 എന്നാണ് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു സ്റ്റാർട്ടിങ് ക്യാമറ എടുത്തിരുന്നത്. അപ്പോൾ അതിൽ ചെയ്തു തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വന്ന് അപ്പോൾ ചെയ്തു തുടങ്ങി. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു 1K വരെ എത്തി. പക്ഷെ റവന്യൂ ഒന്നും ആയില്ല. അപ്പോൾ റവന്യൂ അല്ലാത്തതുകൊണ്ട് ഇനി ചെയ്യണോ അല്ലെങ്കിൽ പണിക്ക് പോകണോ എന്നുള്ള ചിന്തയിലായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ. അപ്പം പണിക്ക് പോകാന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സൈഡിൽ നിന്നും അമ്മേൻ്റെ സൈഡിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവര് സ്റ്റാർട്ടിങ് സപ്പോർട്ട് മീൻസ് വമ്പ സപ്പോർട്ടല്ല, ഞാൻ പറഞ്ഞത് എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് അങ്ങനെ ഒബ്വിയസ്ലി ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അവരും പറഞ്ഞ് നോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത്. അപ്പോൾ അച്ഛൻ്റെ സൈഡിൽ നിന്ന് ആദ്യത്തെ ക്യാമറ കാനോണിൻ്റെ ഒരു ക്യാമറ വാങ്ങി. അതിന് മുമ്പ് സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഇൻഡസ്ട്രിയിൽ പഠിക്കുന്ന സമയത്ത് പണിയെടുത്ത് ഒരു 10,000-14,000 രൂപയായപ്പോൾ ഒരു ഫോൺ വാങ്ങി. അതിനുശേഷമാണ് പിന്നീടൊരു ക്യാമറയിലേക്ക് എത്തി. അങ്ങനെ കാനോണിൻ്റെ ഒരു 200D സെക്കൻഡ് ക്യാമറ വാങ്ങി. അങ്ങനെയാണ് ഒരു വീഡിയോ ഷൂട്ടിംഗ് എന്നൊക്കെ രീതിയിലേക്ക് ആയി മാറി. അങ്ങനെ കുറച്ച് ചെയ്തപ്പോൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ അവിടെ സ്റ്റക്കായി, കാരണം റവന്യൂ കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ അമ്മയ്ക്ക് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. ആ കുക്കിംഗ് ചാനൽ ഭയങ്കര ക്ലിക്കായി. ആ കുക്കിംഗ് ചാനലിൽ നിന്ന് റവന്യൂ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കാരണം ഈ ഷോർട്ട് ഫിലിമിനൊക്കെ പോലുള്ള കൺസെപ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഷോർട്ട് ഫിലിമിൽ ഒരാൾ പോരാ. എനിക്ക് മറ്റേ ചില വീഡിയോസ് കാണാം, ഒരാളെന്നെ ആണാവും, പിന്നെ അയാളെന്നെ പെണ്ണാവും, പിന്നെ അങ്ങനെ എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതപ്പോൾ എടുക്കുമ്പോൾ ഒരു മേക്കിംഗ് ഒക്കെ വന്നാണെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാനൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോഴായാലും അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ യൂട്യൂബ് ചാനലിൽ മെല്ലെ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ അതിൽ പിന്നീട് യൂട്യൂബ് ചാനൽ അത് നിർത്തി അമ്മേൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി. അതിലന്ന് നല്ല ഒരു ഞാൻ മുക്കത്തുകാരി എന്നൊരു ചാനലാണ്, ഫേസ്ലെസ് ചാനലാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും നമ്മൾ ഫേസ് കാണിച്ചില്ല ആ ചാനലിൽ. അപ്പോൾ അതിലിങ്ങനെ നല്ല ഫോളോവേഴ്സ് ആയിരുന്നു. 140, ഇപ്പം 150K വരെ എത്തി ആ പേജ്. അതിന് മുമ്പേ അതിപ്പോൾ നിർത്തിയിട്ടൊരു 3 കൊല്ലം. അതിനകത്ത് അത്രയും ഫോളോവേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പോൾ അമ്മയ്ക്കൊരു വിശ്വാസമായി അങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനൊരു കൺസെപ്റ്റ് കുറേ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ഇത്ര വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത്ര റീച്ചിലേക്ക് എത്താൻ പറ്റും. അതിപ്പോൾ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഒരു 2000-3000 വീഡിയോസിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ 1 മില്യൻ്റെ പ്ലേ ബട്ടൺ കിട്ടും. ഒരു 1754 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 100K വരെ എത്തും. ഒരു 300-400 വീഡിയോ ഇട്ടിട്ട് റിഗ്രറ്റ്സ് അടിക്കാവും എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോസ് ഇടുന്നതിലേക്ക് എനിക്ക് ശ്രദ്ധ. ഇപ്പോഴും ഞാൻ ക്വാളിറ്റിയിലല്ല ഫോക്കസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തോന്നെ വർക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ടേ പോയി. പിന്നെ മമ്മൂട്ട വ്ളോഗ് തുടങ്ങിയതിന് ശേഷമാണ് ചറവറ വീഡിയോകളായി. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് 1500 വീഡിയോയുടെ മുകളിലേക്ക് കിട്ടി. അപ്പോൾ തോനെ വീഡിയോസ് ഇടുന്ന ചിന്താഗതിയിലാണ് എപ്പോഴും മുന്നോട്ടേ പോകുന്നത്. പക്ഷെ ക്വാളിറ്റി വീഡിയോസ് ഇടുന്നത് പറഞ്ഞാൽ നല്ല എഫേർട്ടാണ്. ഞങ്ങളൊരു ടൈമിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലാണ് ഞങ്ങളെ ഫാമിലി. അങ്ങനൊരു മൈൻഡ് എനിക്ക് ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഫാമിലിന്ന് ആരും എഴുതാല്ലേ. കാരണം ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഏകദേശം ഒരു 96-100 kg ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വാശിയായിരുന്നു. അപ്പൊ നന്ദ് ഇതിലും മെലിഞ്ഞിട്ടാ നന്ദ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു രൂപത്തിലാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ തന്നെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചാണ് ഞാൻ ഇത്രയും തടി കുറച്ചത്. അതിൽ നിന്ന് ഞാൻ ഒരു ഇപ്പൊ 66-67 kg ഞാൻ അത്രയും കുറച്ചതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ലുക്കില് കോൺഫിഡന്റ് ആണ്. ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ നെഗറ്റീവ് കമന്റിന്റെ ഇടയിലായാലും പോസിറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. ചേച്ചിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് വരുന്നുണ്ട്. ഒരാളൊരു നെഗറ്റീവ് പറഞ്ഞാൽ അതിന്റെ താഴെ കുറെ അല്ല, പൊതുവെ നമ്മുടെ ഒരു രീതി അതാണല്ലോ. നമ്മൾ ഒരു 100 പോസിറ്റീവ് കമന്റ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും ഫസ്റ്റ് നോട്ടീസ് ചെയ്യുക. സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറെ ഒരു 5 കൊല്ലത്തിനടുത്തായി. പക്ഷെ ഞാൻ സംഭവം എന്നല്ല,
പക്ഷെ അന്നപ്പോഴും ഈ ട്രെൻഡ് ഇപ്പൊ ഇവളാണ് എന്റെ പേജിലിടുന്നത്. അപ്പൊ ഇവിടെ വെച്ച് കുറെ കണ്ടന്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് ഇപ്പൊ കളറായാലും ഞാനും ശ്രദ്ധിക്കാറില്ല. ആരും അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നതല്ല. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ. നമ്മുടെ ലൈഫിലേക്ക് ആരായാലും കയറി വരുമ്പോൾ കളർ ഇതൊന്നും നോക്കിയല്ലോ, നമ്മളെ അയാളെ ക്യാരക്ടർ നോക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിലേക്ക്. അപ്പൊ ഇയാള് വെറുതെ റെസ്പോണ്ട് ചെയ്യാൻ ഇപ്പൊ കമന്റ്സ് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടായിരുന്നല്ലോ. അല്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ ഉള്ള ഒരാളല്ല. ഞാൻ ഇവരോട് ഇത്രയും നാളും വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ റിലേഷനും ഞങ്ങൾക്ക് അറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ഫീൽ ഉള്ളതുകൊണ്ട് അല്ലാതുള്ളവർക്കൊക്കെ നന്ദു കമ്മ്യൂണിറ്റിയിലാണെന്നുള്ളതും അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ കല്യാണ സമയത്താണ് ആൾക്കാർ ഇത് അറിയുന്നത്. എനിക്കത് ആദ്യമായിട്ട് ഞാൻ ഇതിനകത്തൊരു വൈബറുള്ള പാറിലെ കൂടെ കുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പു പണ്ടോട്ടേ ഉണ്ടായിരുന്നു വീഡിയോയില്. അത് റീച്ച് ആവുന്നതിന് മുമ്പായിരുന്നു എന്നുള്ള സത്യം. അപ്പൊ അപ്പു പെട്ടെന്ന് കയറി വന്ന ആരാന്ന് ചോദിച്ച് കമന്റ് ബോക്സിൽ കുറെ വന്നിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവരുടെ സീരീസ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് അപ്പുവിന് പിന്നീട് കൊണ്ടുവന്നത്. 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ എനിക്ക് തോന്നുന്നു ഞാനും അമ്മച്ചനും എല്ലാവരും കൂടെ വെച്ച് റണ്ണായ ഒരു പേജ് പോലെ 3 ലക്ഷം വരെ പോയി. അതിനുശേഷം പാറുവിനെ കൊണ്ടതിന് ശേഷം പാറുവിന് അച്ഛമ്മ കുറെ തല്ലാൻ തുടങ്ങി. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട മോളും ഒരു അച്ഛമ്മയും എന്നുള്ള ലെവലിൽ കുറെ കണ്ടന്റ്സ് ഇറങ്ങിപ്പോയി ആ സമയത്ത്. ആ സീരീസ് നല്ല ക്ലിക്കായി. അവർ അച്ഛമ്മേന്റെ സ്റ്റോറി എന്താ, പാറുവിന്റെ സ്റ്റോറി എന്താ, പാറുവിന്റെ അപ്ഡേറ്റ്സ് എന്താ, ഇപ്പോൾ പാറു എങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ചോദ്യത്തിൽ പാറിന് ഭയങ്കര ഇന്റിമസി കിട്ടി. അങ്ങനെയാണ് പാറിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ക്യാരക്ടർ. പിന്നെ അതിനുശേഷം ആ പാറുവിനെ തന്നെയാണ് ഈ അപ്പു ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ആദ്യം കണ്ടന്റ്സ് കണ്ടു തുടങ്ങിയത്. പിന്നീടാണ് അത് വേറെ സീരീസിലേക്ക് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്കാവുന്ന രീതിയിൽ ഒരു സീരീസ് ആക്കി കണ്ടത്. അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് അപ്പു വന്ന് 6 ലക്ഷത്തിന് ശേഷം അപ്പു വന്ന്. അങ്ങനെയാണ് ഒരു 6 ലക്ഷം 9 ലക്ഷം വരെ ആ സീരീസ് റണ്ണായി. പിന്നെ 1 മില്യൺ അടിച്ച് അങ്ങനെ അതുപോലെ 1.8 മില്യൺ 1.9 മില്യൺ ആവാനായി. അപ്പു അടുത്തുണ്ടാവും. ഒക്കെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഫാറാണ് എല്ലാവരും. അപ്പു തൊട്ടടുത്തുണ്ട്. പക്ഷെ ചിലപ്പോൾ അപ്പു പ്ലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോയി നിൽക്കും അമ്മേനെ വീട്ടിൽ. അപ്പോൾ അപ്പു ഒരുപാട് പറഞ്ഞു. അവിടെ തന്നെ ഒരു സോനു എന്ന് പറഞ്ഞ ചെക്കുണ്ട്, കുഞ്ഞ്. ഞങ്ങൾ നഞ്ചക്ക് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സോനു ഭയങ്കര ക്ലിക്കായിരുന്നു. ആ സീരീസ് നല്ല റണ്ണിങ് ആയിരുന്നു. ഈ കുറെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ എല്ലാരും കിട്ടൂല, മക്കളല്ലേ, അവർക്ക് കളിക്കണം. ഈ അതുപോലെ അനിയത്തി ശരണ്യ അല്ലേ? ശരണ്യ എന്ത് ചെയ്യാം? ശരണ്യ ഇപ്പോ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ്. കിട്ടിയില്ല, കാര്യമില്ല. റിപ്പീറ്റ് പോകാനുള്ള പ്ലാനാണോ? അതുപോലെയാണ് ശരണ്യന്റെ അഭിനയമാണെങ്കിലും എല്ലാത്തിനും ചേട്ടനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ സംഭവം. ഈ അഭിനയിക്കാനുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മളാ വീഡിയോ നമ്മളവിടെ ഉള്ള ലൈവായിട്ട് എടുത്തിട്ടാണ്. അന്ന് സിനിമയുടെ ഓഡീഷനൊക്കെ പോയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയില്ല. അന്നൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാരും റെഡിയാണ്. ഈ എടുക്കുന്ന ഈ പണി എഡിറ്റ് ചെയ്യുന്ന ഇപ്പോഴും എടുക്കാനൊക്കെ സഹായിക്കുന്ന അവളെ. ഇപ്പൊ എന്തെങ്കിലും പ്രൊമോഷൻ ഷൂട്ടൊക്കെ വരുമ്പോൾ നന്ദുവിന് എടുത്ത് കൊടുക്കാൻ ഒരാൾ എന്തായാലും കൂടെ വേണം. ഇവളും കൂടും, അച്ഛൻ കൂടി ഞാൻ ഉള്ളപ്പോഴേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അച്ഛനായിരുന്നു ഒരു 1-2 മാസം എന്തൊക്കെ അച്ഛൻ വീഡിയോ എടുത്തു. അച്ഛൻ ഇവിടെ പ്രൊമോഷൻ വന്ന് ബൈക്ക് കണ്ടിട്ട് അച്ഛനാ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ അവള് ഫ്രീ ആയതുകൊണ്ട് അവളാണ് ഇപ്പൊ നന്ദിക്കൂടെ കൃഷ്ണ എല്ലാവരോടും സെറ്റ് ആയോ? അച്ഛൻ അമ്മ അനിയത്തി പണ്ടോട്ടേ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ചത് പ്രത്യേകിച്ച് വീട്ടിലോട്ട് ചെന്നൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എല്ലാവരും ഇവള് അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്തോണ്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അടുത്ത് ഞാൻ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് മുമ്പ് ഒരു 3 മാസം മുമ്പേ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 6 മാസം അവിടെ വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ 6 മാസം. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഞാൻ അവിടെ പോകുമായിരുന്നു. ഇടയ്ക്ക് ദാൻകുട്ടനോ? ദാൻകുട്ട ഗൈസ്, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇവിടെ ദീപ്തിയേച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞിട്ടിപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇന്റർവ്യൂ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി വിശേഷം പറയാം. ഇനി അവിടെ 2 ചോദ്യങ്ങൾ എന്നോട് ചോദിപ്പിച്ചാലൊന്നുണ്ട്. ചിലപ്പോൾ നടക്കെങ്കിൽ ഞാൻ ചോദിപ്പിക്കും ഒന്നുകൂടെ. എൻ്റെ ദേവൂട്ടി ഇവിടെ നിന്ന് വെള്ളം ഉണ്ടാക്കുന്നു. ഓ മൈ ഗോഡ്, വെള്ളം ഫോർ ദം. ഐസ് വാട്ടറാ? ഇന്റർവ്യൂ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ് വെള്ളമായിട്ട് പോവുകയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ. അടുത്തായി വെള്ളം കൊടുക്കൽ ചടങ്ങിലേക്ക്
കിടക്കുകയാണ്. ഇന്റർവ്യൂ എടുക്കാനുള്ള ആൾ വന്നിട്ട് നമ്മളിപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. 2 ചോദ്യം ചോദിക്കും. 2 ചോദ്യം. ആദ്യത്തെ ചോദ്യം എത്ര വർഷമായിട്ട്, അതായത് 6 വർഷത്തെ ലവ് എന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ട് നിങ്ങളിത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്? എന്താ പറയും? അതൊന്നുമില്ല, നമ്മള് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടത് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അതെ, എല്ലാരും, അതായത് ഈവൻ ഫ്രണ്ട്സിന് പോലും അറിയില്ലായിരുന്നു, അങ്ങനെയാണോ? ഫ്രണ്ട്സിനറിയാം, കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ അറിയാം, അല്ലാതുള്ള ഫാമിലിക്ക് അടുത്തവർക്കൊക്കെ അറിയാമായിരുന്നു. ഡിസ്റ്റന്റ് ആയിട്ടുള്ളവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല, ചുറ്റുവട്ടം അങ്ങനൊന്നും അറിയണ്ടായിരുന്നില്ല. ഫാമിലി സപ്പോർട്ടായിരുന്നോ? ഫാമിലി സപ്പോർട്ട് ആയിരുന്നില്ല തുടക്കം, പിന്നെ സപ്പോർട്ടായി. പിന്നെ സപ്പോർട്ട്. അതെങ്ങനെയാ കൺവിൻസ് ചെയ്തത്? ഞാൻ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നു. സംസാരിച്ച് ഇങ്ങനെ കൺവിൻസ് ആയതാണ്. കൺവിൻസ് ആയത്. ഇപ്പൊ രണ്ടുപേരും ഹാപ്പി ആയി. 6 വർഷം ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് ഇപ്പൊ ഒരുമിച്ചായപ്പോ സന്തോഷമായോ? സന്തോഷമാണ്. അല്ലെങ്കിൽ അന്ന് സന്തോഷം, ഇപ്പോഴും സന്തോഷം. ഇപ്പൊ കൂടുതൽ സന്തോഷം. അതെ, അടുത്തുണ്ടല്ലോ എന്നുള്ള സന്തോഷം അല്ലേ? അതെ അതെ. ഇപ്പൊ ഞങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ഇൻഫ്ലുവൻസർ ആയില്ല, അത് ഞാൻ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കാണുന്ന പോലെ ഒരു ഇൻഫ്ലുവൻസർ ആയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശരത്തിനെയും കൃഷ്ണനെയും ഞങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? അതായത് ഇപ്പം കൃഷ്ണ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ശരത്ത് ഒരു ഇൻഫ്ലുവൻസറോ വ്ളോഗറോ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഈ 2 പ്രൊഫഷൻ അല്ലാണ്ട് നിങ്ങൾ വേറൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യായിരുന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ഞങ്ങൾ എങ്ങനെ കണ്ടു വന്നേനെ? എന്നെ ഒരു സിനിമ നടനായിട്ട് കാണാം. അല്ല, ഞാൻ ഇങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടാവും. അല്ല, ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്കൊന്നും ഞാൻ ഉണ്ടാവൂലായിരുന്നു. നന്ദു ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡ് എനിക്കില്ല. അത്ര തന്നെ. അതെ, നന്ദുവിനെ കിട്ടിയതാണ് ഇപ്പൊ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. നന്ദുവിനെ കിട്ടിയതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് എന്നെ അറിയാൻ സാധിക്കും. അതെ, ഇന്റർവ്യൂ എന്നാണ് ഞങ്ങൾ കൊടുക്കുക ഒരു ടഫ് ക്വസ്റ്റ്യൻ. എന്താ ഇപ്പൊ ചോദിക്കാ? ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കാൻ അറിയില്ല, അതാണ് മെയിൻ. ഇന്റർവ്യൂവിന് വന്ന കൊച്ചൊരു പാവം കൊച്ചായി പോയി. കൊച്ചൊന്നല്ല കേട്ടോ. എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. അമ്മച്ചിയാണോ? ഇത് ഞാൻ കേട്ട് പഠിത്തണം, അതുകൊണ്ട് എനിക്കത് ഏക്കത്തില്ല. ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കുന്നേ. ലാസ്റ്റ് ചോദ്യം എന്താ? ഞാൻ തന്നെ എടുക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കല്യാണം കഴിഞ്ഞിട്ട് നന്നായോ? എന്ത് നന്നായോന്ന്? കല്യാണം കഴിഞ്ഞതോടുകൂടി നന്ദു നന്നായോ? കൃഷ്ണയാണ് പറയുന്നത്. നന്ദു പണ്ട് എങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല. കുട്ടിത്തം. അതെ, കുട്ടിത്തം തന്നെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നാലല്ലേ ലൈഫിൽ ഒരു ഫണ്ണൊക്കെ ഉണ്ടാവും. സൂപ്പർ, എനിക്ക് ഇഷ്ടമായി നിങ്ങളെ രണ്ടുപേരെ. കൊള്ളാം, സൂപ്പർ. താങ്ക് യു. അങ്ങനെ ഇന്റർവ്യൂ എടുത്ത ടീം പോയി. അങ്ങനെ പവനായി, ശവമായി. ഇന്റർവ്യൂ കിടില പോലത്തെ ഇന്റർവ്യൂ കണ്ടിട്ട് എടുത്ത് ദീപ്തി ചേച്ചിന്റെ വീട്ടിലായിരുന്നു. ദീപ്തി ചേച്ചിന്റെ അടുത്ത് ഇന്നലത്തെ ഒരു കാര്യം ചോദിക്കാണ്ട്. ദീപ്തി ചേച്ചി, പൊറോട്ടനെ പറ്റി ദീപ്തി ചേച്ചിന്റെ റിവ്യൂ പറയൂ. അടിപൊളി പൊറോട്ട, ബെസ്റ്റ് പൊറോട്ട ഓഫ് ദ ഇയർ. അല്ല, അവിടെ നിങ്ങൾ ഇത്ര കാലമായിട്ട് കഴിച്ചില്ല? പൊക്കോളം അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞേ, അച്ഛനോട് പറഞ്ഞേ. പിന്നെ എനിക്ക് ഓർമ്മകളായവർക്ക് അങ്ങനെ പറയണോ? എങ്ങനെ അമ്മ? ഞാൻ പറഞ്ഞ ദീപ് ചേച്ചിക്ക് മാത്രമല്ല പൊറോട്ട പറഞ്ഞു കൊടുത്ത അമ്മക്ക്. ആ ഉണ്ടല്ലേ, ചെറിയൊരു കോയൻ പൊറോട്ട പോലെ ഉണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ചൂടാകുമ്പോ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇനി ഇന്റർവ്യൂ വിശേഷങ്ങളൊക്കെ അവരിടുമ്പോ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിന്റെ മുമ്പ് നമ്മളെ ദാൻകുട്ടൻ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ദാൻകുട്ട ഏക്കെ ആവുക മുട്ടായി എന്റേത്, അത് എന്റെ മുട്ടായി, അത് എന്റേതാ, അതെനിക്കിതാ. എന്നാ എനിക്കൊരു ഫ്ലൈയിങ് കിസ്സാ. ഫ്ലൈയിങ് കിസ്സാ. ടാറ്റാ, ബൈ ബൈ, സീ യു. സീ ഒന്നുമില്ല, സീ ഒക്കെ നാളെ മതി. ആ ദേവചേച്ചിനെ കൊണ്ടുപോവാ, ഞാൻ ദേവചേച്ചിനെ കൊണ്ടുപോവാ. വേണം, ദേവചേച്ചിനെ എനിക്ക് വേണം. ദേവചേച്ചിനെ ഞാൻ കൊണ്ടുപോവാ. ചിറ്റല്ലാതെ എങ്ങനെ എനിക്ക് പറ്റത്തില്ല.
ചിറ്റ ഇവിടെ നിർത്തിയിട്ട് നന്ദമാമൻ പൊക്കോളാം. നന്ദമാമൻ പൊക്കോ. ചിറ്റ ഇവിടെ നിർത്തിയിട്ട് നന്ദമാമൻ പൊക്കോ. നന്ദമാമൻ പൊക്കോ, ചിറ്റ ഇവിടെ നിന്നോട്ടെ. ഇല്ല അയ്യോടാ അമ്മേ ഇടിക്കോ നീ? ആണോ? മിഠായി എന്റേത്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കഴിക്കാൻ കേട്ടോ. ഡാൻകുട്ടാ അത്ത് പോ. ടാറ്റാ ടാറ്റാ ബൈ ബൈ. അപ്പോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം നന്ദിട്ട് ബ്ലോഗർ.